ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ പലഹാരമായ അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ എങ്ങനെ നമുക്ക് അരിയുണ്ട തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അരി ഞാൻ നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മട്ടരിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് അരി ആയാലും എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടി ഓപ്ഷണലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അരിയും കശുവണ്ടിയും നല്ലോണം വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കണം നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ ഇത് പകുതിയോളം വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അരി ഇങ്ങനെ പൊട്ടിങ്ങനെ തെറിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് നീങ്ങി നിന്നിട്ട് തന്നെ നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടാത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ ഈ കശുവണ്ടി ചേർക്കുന്നത് ഓപ്ഷണലാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കശുവണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കശുവണ്ടി ചേർക്കണേ. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് കശുവണ്ടിയുടെ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലോണം വറുത്തെടുത്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഇതേപോലത്തെ സ്ലൈസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നല്ലോണം ഇങ്ങനെ ചെത്തിയെടുക്കാൻ പോണത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കിത് നല്ലോണം ചെത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കണം, കല്ലുമിട്ടിട്ട് നല്ലോണം ചതച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് നല്ലോണം ശർക്കര ആദ്യം നല്ലോണം ചെത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ഞാൻ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടയാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കടിക്കാൻ കിട്ടും. അരിയുടെ മണി ചിലതൊന്നും പൊടിയാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ അതേ ഇത്രയും ഭാഗം നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും അരിപ്പയിൽ നമുക്ക് ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം. അതിലും ബാലൻസ് വരുന്നത് ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ അരി നല്ലോണം നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്, നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിയും ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസും ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച അരിയാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണേ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസോളം തേങ്ങ എടുക്കുന്നുണ്ട്, ഒരു 3/4 ഗ്ലാസോളം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ശർക്കര എടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഫുള്ള് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിൽ എടുത്തിട്ടുള്ളൂ. മധുരം അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയെടുത്താൽ മതി. അതുപോലെ തന്നെ കശുവണ്ടി നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചിരകി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങയാണ് ഞാൻ യൂസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസോളം ശർക്കരയും ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് വെള്ളം ചേർക്കാതെ തന്നെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം, അരിയുടെ പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കശുവണ്ടിയുടെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് നല്ലോണം നനവായിട്ട് നമുക്ക് നല്ലോണം ഉണ്ടയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഇതേപോലെ എല്ലാം നമുക്ക് നല്ലോണം ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരിയുണ്ട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ 11 എണ്ണമാണ് എനിക്ക് കിട്ടിയേക്കണേ. ആ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തേക്കണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.